കുടവലം മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് തെക്ക് വശത്തായി സ്ഥിതി ചെയ്തിരുന്ന ശിലാലിഖിതം 1969 ഫെബ്രുവരി 16 ചരിത്ര പണ്ഡിതനായ ഭാഷാ പണ്ഡിതനായ MGS നാരായണൻ ക്ഷേത്രം സന്ദർശിക്കുകയും അന്നത്തെ കൊടവലത്ത് വലിയ മഠം കാരണവന്മാരായ ശ്രീ K. അച്യുത വാര്യരും K. കുഞ്ഞിരാമ വാര്യരും അദ്ദേഹത്തിന് ശിലാലിഖിതം വായിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും അതുവഴി കേരളം അന്നേവരെ ചില അജ്ഞാനങ്ങൾ പെരുമാൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തെക്കുറിച്ചും മറ്റൊക്കെ ഉണ്ടായിരുന്ന ഭണ്ഡാർക്കാർ മുതൽ അയ്യങ്കാർ വരെ ഉള്ള ചരിത്ര പണ്ഡിതന്മാർ തെളിയിക്കപ്പെടാൻ പറ്റാത്ത പെരുമാൾ രാജാക്കന്മാരുടെ കാലഗണനയെക്കുറിച്ചും മറ്റ് പെരുമാൾ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളെക്കുറിച്ചും പൊതുസമൂഹത്തിലേക്ക് ഒറ്റവരിയിൽ വെളിച്ചം വീശിയ അതിപ്രധാനമായ ഒരു രേഖയായിരുന്നു കൊടവലം ശിലാശാസനം എന്ന് തെളിയിക്കപ്പെടുകയുണ്ടായി. ശിലാശാസനത്തിൻ്റെ കാമ്പ് അല്ലെങ്കിൽ രത്നച്ചുരുക്കം ഭാസ്കര രവിവർമ്മ എന്ന പെരുമാൾ രാജാവ് കുടവലം പ്രദേശത്തിൽ നിന്നും സ്വരൂപിക്കുന്ന നികുതിയിൽ നിന്നും 3 കഴഞ്ച് സ്വർണം ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങൾക്ക് നൽകാൻ കൽപ്പിക്കുന്നതായും ആ ശാസന വട്ടെഴുത്ത് മലയാള ലിപിക്കും മുമ്പേ ഏകദേശം അനുമാനിക്കുന്നത് ശിലാശാസനത്തിൻ്റെ പഴക്കം 1019-നും 20-നും ഇടയിൽ എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ആ ശാസനം കൊടവലത്ത് ഊരാളന്മാർ അത് കല്ലിൽ ലിഖിതമായി സ്ഥാപിക്കുകയും ചെയ്തു. ഈ ശാസനം ഇന്ന് അനവധി ചരിത്ര വിദ്യാർത്ഥികളുടെയും ചരിത്ര കൗതുകികളുടെയും ചരിത്രാന്വേഷകരുടെയും പഠന വിഷയമായി കൊണ്ടിരിക്കുകയും ആണ്. രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.